ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാലേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചക്കലുവിൻ്റെ കയ്യിലായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചക്ക കിട്ടുന്നൊരു സീസണാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊരു വരിക്കച്ചക്കയാണ് കേട്ടോ. ഇതൊന്ന് നമുക്ക് വെട്ടി നന്നാക്കി എടുക്കാം. ഇത് അമ്മേനിട്ട് നന്നാക്കണത്. ഇപ്പോൾ നമ്മുടെ ചക്ക നന്നാക്കി കഴിഞ്ഞിട്ടാ. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് നാളെ ശരിയാക്കണല്ലോ കേട്ടോ. ചക്ക നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. 250 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏലക്കായ പഞ്ചസാര കൂടി മിക്സിയിൽ അടിച്ചെടുത്താ കേട്ടോ. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര, കുറച്ച് നാളികേരക്കൊത്ത് അരിഞ്ഞെടുത്താട്ടാ. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ്. നമുക്കാദ്യം തീ കത്തിച്ചിട്ട് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. വെള്ളം നമ്മൾ കുറച്ച് ആവശ്യമുള്ളൂ കേട്ടോ. ഇനി മറ്റടുപ്പ് കത്തിച്ചിട്ട് ചീഞ്ചട്ടി അടപ്പത്ത് വയ്ക്കാം. ചക്കര നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിത് പകുതി ചക്കര ഇതെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വയ്ക്കാം. നന്നായി കലക്കണം കേട്ടോ. ഇതുപോലെ നന്നായി കലക്കി എടുക്കണം കേട്ടോ. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കര ഉരുകി വന്നു കേട്ടോ. ഒന്ന് അരിച്ചെടുക്കണം. ശർക്കര നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെയ്യ് 2 ടീസ്പൂൺ കൂടിയും ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നമ്മൾ എന്തായാലും ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കൈ എടുക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ടായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പൊന്ന് വറുത്തിടും കേട്ടോ. നന്നായി കുറുകി വന്നിട്ടോ. ഇനി നമുക്ക് അരിപ്പൊടി കലക്കി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക.
കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടാണ് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കാനുള്ള പണി, ഇനി ഭയങ്കര ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ്. കൈയൊക്കെ ഇളക്കിയിട്ട് കറച്ചു തുടങ്ങിട്ടാ. ഇനി നമുക്ക് നാളികേരപ്പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാടാ. നെയ്യ് കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ വറുത്ത് വെച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇട്ട് ഇളക്കുക. ഇളക്കാൻ പറ്റാണ്ട് തുടങ്ങിട്ടാ, കയ്യൊക്കെ വെച്ച് തുടങ്ങി. ഒരു കാര്യം മറന്നു കേട്ടാ, ആ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് കൊടുക്കാം. ഈ പൊടി എല്ലാവരും ഉണ്ട് കേട്ടാ, ഇതിൽ പഞ്ചസാരയാണ് കൂടുതൽ. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് ഇളക്കിടുക കേട്ടോ. നെയ്യ് ഒഴിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ചെയ്യുന്നില്ലേ, ചിലപ്പോൾ അടിയിൽ പിടിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാകമായി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു കിണ്ണത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കിണ്ണത്തിൽ നമ്മൾ വെളിച്ചെണ്ണ നന്നായി തേച്ച് കേട്ടോ, തേച്ച് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യില്ല, നെയ്യ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഈ സ്പൂൺ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പൊന്ന് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചക്കലുവ റെഡി ആയിട്ടാ. ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ചക്കലുവ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടുക.